Good morning, Namaskaram, Suprabhatham. And today my topic is meetings, quarterly meetings, RM meetings, managers meetings. Last couple of months I have gone to number of big meetings. Our medical reps were there, managers were there, senior managers were there, marketing heads were there, sales heads were there. And there are certain observations of mine, and I feel and keeping those observations, I am giving you certain suggestions. Meetings എങ്ങനെയായിരിക്കണം, മീറ്റിംഗിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്, ഇത് ഞാൻ ചിന്തിച്ച് നിങ്ങളോട് പറയുകയാണ്. ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, മീറ്റിംഗ്സിന്റെ ഐഡിയൽ വേ ഓഫ് കണ്ടക്ടിങ് ഷുഡ് ബി വാട്ട്. Whenever meetings are there, when 30 people are sitting in a room, they should be 2-3 things. First thing is basically is what? That they should be cross-learning. Cross-learning will never happen if the meeting is being conducted by a manager or leader. അവർ ചെയറിൽ ഇരിക്കുകയാണ്, മീറ്റിംഗിൽ ഇരിക്കുന്നു, ആൻഡ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ഡേറ്റ. അപ്പോൾ ഡേറ്റയിൽ നിന്ന് കാര്യം ആരംഭിക്കുന്നു. അപ്പോൾ ഡേറ്റ ഈസ് ഓൾവേസ് ബിറ്റ് ബോറിംഗ്. It takes away the energy. It is basically more of a analytically. Your mind starts functioning. ഡേറ്റയോടൊപ്പം തന്നെ എന്താണ് അവിടെ സംസാരിക്കുന്നത്? വെറും ഒരു 4 പേര് മുന്നിലിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു 2 ലൈൻ, ഫസ്റ്റ് 2 rows, മീറ്റിംഗ് നടക്കുകയാണ്. ഹാവ് യു ജസ്റ്റ് എൻറ്റർ ദ മീറ്റിംഗ് റൂം? അവരെ പിന്നിൽ നിന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ അവിടെ പിന്നിലായി 3-4 ലൈനിലായി ആൾക്കാർ ഇരിക്കുന്നു, മാനേജേഴ്സ് ഇരിക്കുന്നു. ദേ ആർ ടോട്ടലി ബോർഡ്. അവരെന്ത് ചെയ്യുന്നു? ചിലർ ഫോൺ നോക്കുന്നു, ചിലർ സംസാരിക്കുന്നു. ദേ ആർ ഡൂയിങ് ദെയർ ഓൺ തിങ്സ്. ദേ ആർ നോ കൺസേൺ വിത്ത് ദാറ്റ്. ആൻഡ് ദെയർ ഈസ് മൈ ഇഷ്യൂ. വെനെവർ യു വാണ്ട് ദാറ്റ്, ഇഫ് 30 people are sitting, they should be cross-learning. ഒരാൾ മറ്റൊരാളിൽ നിന്ന് പഠിക്കണം, അത് വേണം. And that there is a way of making sure there is a cross-learning. Why? The person who is conducting the meeting should always be on the toes. നിൽക്കണം മധ്യത്തിലായി. അവർ ചോദ്യം ചോദിക്കണം. അവർ പിന്നിലുള്ള ആരോടെങ്കിലും ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സ്ലൈഡ് നടക്കുകയാണ്. വാട്ട് ആർ യുവർ വ്യൂസ്? വാട്ട് യു തിങ്ക്? വൈ ഈസ് സെല്ലിംഗ് 20 ന്യൂ പ്രൊഡക്ട്സ് സോ മച്ച്? നിങ്ങളുടെ അനലൈസ് എന്താണ്? നിങ്ങളുടെ അടുത്ത് എത്ര വിൽക്കുന്നു? നിങ്ങൾ എത്ര വിൽക്കുന്നുണ്ട്? ആ വിൽക്കുന്നവരോട് പറയൂ, ഓക്കെ ഫൈൻ, യു ഹാവ് സോൾഡ് ദിസ് പ്രൊഡക്റ്റ് സോ മച്ച്. പറയൂ, എങ്ങനെയാണ് നിങ്ങൾ വിറ്റത്? എന്താണ് നിങ്ങളുടെ രീതി? എവറി മെഡിക്കൽ റെപ്സ് ഹു ഈസ് കമ്മിങ് ഓൺ ദ ഡയസ്, ദേ ഹാവ് സീൻ, ഈസ് നോട്ട് ബീങ് ഗിവൺ ടൈം. അവർക്ക് 3-4 മിനിറ്റ് കൊടുക്കൂ. അവരോട് മുന്നേ തന്നെ പറയുക, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-4 മിനിറ്റ് ലഭിക്കും. നിങ്ങൾ ഇത് പറയണം, 3-4 നല്ല കാര്യങ്ങൾ, പിന്നെ 1-2 പോയിന്റ്സ്. നിങ്ങൾ നന്നായി ചെയ്തില്ലയോ? നിങ്ങളൊരു പ്രോമിസ് ചെയ്തിട്ട് പോകണം, ഇത് ഞാൻ ഇനി ചെയ്യും. When 5 reps have done that, അതിനുശേഷം 15-20 മിനിറ്റ് സംസാരിക്കൂ. ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും അതിൽ ആഡ് ചെയ്യൂ. And they should be a certain agenda with timetable. What has been seen? ചിലരോടൊപ്പം വളരെ നീണ്ട മീറ്റിംഗ് നടക്കും. ചില ടീംസിന് മുകളിൽ പിന്നിലുള്ള ആൾക്കാർക്ക് അവസരമേ കിട്ടില്ല. ജസ്റ്റ് ഇമാജിൻ ഇഫ് യു കം ഇൻ എ മീറ്റിംഗ്, യു ട്രാവൽഡ് ഓൾ ദ വേ, 100 kilometers ദിസ് വേ, കമ്മിങ് ആൻഡ് ഗോയിങ്. 200 kilometers യാത്ര ചെയ്തു, ചിലർ രാത്രിയിൽ യാത്ര ചെയ്തു. If there is no participation, if their slides have not been seen, if they are not being impacted, meetings will become absolutely boredom for those people. And this is one reason I say you should always keep one thing in your mind. ബോട്ടം ലൈനും വരുന്നു, ക്രോസ് ലേണിംഗ്, മറ്റൊരു ബോട്ടം ലൈനും വരുന്നു. അപ്പോൾ മീറ്റിംഗിന് ശേഷം ആൾക്കാർ എണീറ്റ് തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അവരുടെ തലയിൽ ആ മീറ്റിംഗിന്റെ ഹാങ് ഓവർ ഉണ്ട്. എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എന്നോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു, കയ്യടി നേടി. എന്നെ ക്രിട്ടിസൈസും ചെയ്തു, വിമർശിക്കുകയും ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തു, എന്നോട് പൊളൈറ്റ്ലി സംസാരിച്ചു, എന്റെ ഡീറ്റെയിലിംഗും കേൾപ്പിച്ചു. ഞാൻ ഡീറ്റെയിലിംഗ് നന്നായി ചെയ്തു, അയാൾ ഡീറ്റെയിലിംഗ് എന്നേക്കാൾ മോശമായാണ് ചെയ്തത്, അല്ലെങ്കിൽ അയാൾ നന്നായി ചെയ്തു, ഞാൻ മോശമാക്കി. I was talked, I was discussed in the meeting. If that kind of a meeting and environment is there, meeting is successful. And how can we do that? ഈ ചോദ്യം വരുന്നു, നമുക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? റൂൾ നമ്പർ 1, മീറ്റിംഗ് ഷുഡ് ഓൾവേസ് ബി സ്റ്റാർട്ടഡ് വിത്ത് പോസിറ്റീവ് നോട്ട്സ്. അതായത് നമുക്ക് ക്ലാപ്പിംഗിലൂടെ, ആന്തമിലൂടെ മീറ്റിംഗ് ആരംഭിക്കേണ്ടതാണ്. മീറ്റിംഗ് ഷുഡ് നെവർ ബി സ്റ്റാർട്ടഡ് വിത്ത് സെൽഫിഷ് ഇൻട്രസ്റ്റ്. എനിക്ക് CL വേണം, എനിക്ക് ഗ്രോത്ത് വേണം, ഈ പ്രൊഡക്ടിവിറ്റി വേണം, നിങ്ങൾക്ക് ഇതാണ് വന്നത്. ഇങ്ങനെ മീറ്റിംഗ് ഒരിക്കലും തുടങ്ങാൻ സാധിക്കില്ല. മീറ്റിംഗ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് യു. ആ മുറിയിലിരിക്കുന്നവർ, നമ്മുടെ ആൾക്കാർ ഇതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ സേഫ് ട്രാവലാണ് ചെയ്യേണ്ടത്,
നമ്മുടെ ആൾക്കാർക്ക് ഇത്ര മെഡൽ ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർ ഇത്ര ഇൻസെന്റീവ് നേടേണ്ടതാണ്, അഥവാ അവർ ഈ സ്പീഡിൽ കൂടുതൽ ജോലി ചെയ്താൽ ഫോറിൻ ട്രിപ്പ് ലഭിക്കുന്നതാണ്. ഇത്ര ആൾക്കാർക്ക് ഫോറിൻ ട്രിപ്പ് കിട്ടി. ഈ എന്റെ മുറിയിലിരിക്കുന്ന ആൾക്കാർ, ഇതിലെ 7 പേര് അവർ ട്രിപ്പിൾ ഡയമണ്ടിന് തുല്യമായി എത്തിക്കഴിഞ്ഞു. അവർ ഇനി ഇങ്ങനെയുള്ള കാര്യം ചെയ്യണം. ട്രാപ്പിംഗ് ഫോർ ദീസ് പീപ്പിൾ. ഇതിൽ 5 പേർ അങ്ങനെയുള്ളവരാണ്. അവർ ഡബിൾ ഡയമണ്ട് ആകും. അവർ കൂടുതൽ അധ്വാനിച്ചാൽ ട്രിപ്പിളിലായി തീരും. ഇതിൽ 2 പേർ അങ്ങനെയുള്ളവരാണ്. ഇന്നും വളരെ താഴെയാണ് പോകുന്നത്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് യു പീപ്പിൾ. വെൻ യു ബേസിക്കലി ബ്രിങ് പീപ്പിൾ ഇൻ ദ മീറ്റിംഗ്, their names are being discussed, they are being discussed, then meetings are impactful. This is rule number 1. Rule number 2. A senior most guy is coming from head office or ZM or state head. അവരെന്താണ് ചെയ്യേണ്ടത്? In one hotel 3 meetings are happening. അവർ ഒരു മുറിയിൽ വരുമ്പോൾ 30 പേര് ഇരിപ്പുണ്ടാകും. അപ്പോൾ he is supposed to touch at least 50% people at least. How he can do it? ഏറ്റവും ആദ്യം അയാൾ അവിടെയുള്ള സെക്കൻഡ് ലൈനിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ, ഇവിടെ 30 പേര് ഇരിക്കുന്നതിൽ ഇതിൽ 25 മെഡിക്കൽ റെപ്സ് ഉണ്ട്. ഏത് നിങ്ങളുടെ 4 മെഡിക്കൽ റെപ്സ് ആണ് ബെസ്റ്റ്? പിന്നെ ബെസ്റ്റ് എങ്ങനെയാണ് ആയത്? ഏറ്റവും ആദ്യം ബെസ്റ്റ്, ആ മെഡിക്കൽ റെപ്സിനായി ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അവരുടെ ഉള്ളിൽ വളരെ പാഷൻ ഉണ്ട് ജോലി ചെയ്യുന്നതിനായി. വളരെ അധ്വാനിക്കുന്നു. വൈകിട്ടും കോൾ ചെയ്യാറുണ്ട്. അവർ പുതിയ പ്രൊഡക്റ്റും നന്നായി വിൽക്കുന്നു. ഡോക്ടറുടെ ചേംബറിൽ വളരെ ഇംപ്രസീവ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ്? അവരുടെ ലേണിംഗ് കർവ് ഈസ് വെരി ഗുഡ്. മന്ത് ആഫ്റ്റർ മന്ത് ഹീസ് ഇംപ്രൂവിംഗ്. ഹിസ് കോൺഫിഡൻസ് ഈസ് മച്ച് ബെറ്റർ. ഹിസ് ഡീറ്റെയിലിംഗ് ഈസ് മച്ച് ബെറ്റർ. ഹിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് മച്ച് ബെറ്റർ. ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഡോക്ടർ ഈസ് മച്ച് ബെറ്റർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഒരു വർഷത്തിനകം ഒരു മെഡിക്കൽ റെപ്പ് ഈച്ച് ഡോക്ടേഴ്സ്, ഓരോ ഡോക്ടറെയും കുറഞ്ഞ പക്ഷം 20 തവണ കാണുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ഇത് അറിഞ്ഞിരിക്കണം. എത്ര ഡോക്ടേഴ്സ് അവരെ തിരിച്ചറിയുന്നുണ്ട്, മുഖം നോക്കി തിരിച്ചറിയുന്നുണ്ട്, എത്ര ഇമ്പാക്ട്ഫുൾ ആണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്. ഏതെങ്കിലും മെഡിക്കൽ റെപ്പ് പുതിയ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അവർക്ക് ഡോക്ടറുടെ ചേംബറിൽ സ്കിൽ വളരെ നന്നായിരിക്കും. പുതിയ പ്രൊഡക്റ്റ് ഒന്നുമില്ലാതെ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അത് വിൽക്കില്ല. ദർസ് ഓൾസോ എ കീ. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ്, നൗ സെക്കൻഡ് ലൈൻസ് ഇനി നിങ്ങൾ പറയൂ, ഹൂ ഈസ് നമ്പർ 1 മെഡിക്കൽ റെപ്പ്, ഹൂ ഈസ് നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 ഇൻഎക്സ്പെക്റ്റീവ് ഓഫ് എനി മാനേജേഴ്സ്. 25 പേരിൽ നിന്നും ഈ രാംകുമാർ വളരെ നല്ലതാണ്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അയാൾ നല്ലതായി? എന്ത് പ്രത്യേക ക്വാളിറ്റിയാണ് ഇയാൾക്ക്? സർ, ഇയാൾ ഡോക്ടർ ചേംബറിൽ അത്ഭുതമാണ്. ഈ ശ്യാംകുമാർ വളരെ നല്ലതാണ്. ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതാണ്. ഇയാൾ പുതിയ പ്രോഡക്ട്സ് നന്നായി വിൽക്കും. ഇയാളുടെ പ്രൊഡക്ടിവിറ്റി വളരെ നല്ലതാണ്. ഇയാളുടെ ഗ്രോത്ത് ഇതാണ്. 5 people or 4 people stand up. എവരിബഡി ഷുഡ് ക്ലാപ്പ് ഫോർ ദം. അതിനുശേഷം നിങ്ങൾ ചോദിക്കൂ, ഓക്കെ ഫൈൻ, ഈ 3-4 പേര് 5 പേരായി കഴിഞ്ഞു നിങ്ങളുടെ നല്ലത്. ഇനി ഇത് പറയൂ, ഈ 25 പേരിൽ ഏറ്റവും താഴെയുള്ള റാങ്കിങ്ങിൽ, 25ാം റാങ്കിങ്ങിൽ അല്ലെങ്കിൽ 20ാം റാങ്കിൽ ഏത് മെഡിക്കൽ റെപ്പാണ്? അയാളുടെ പേര് പറയൂ. അയാളെ നിർത്തൂ. 2 ബോട്ടമിലുള്ള പയ്യന്മാരെ നിർത്തിക്കൊണ്ട് അവരെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കണം. സെക്കൻഡ് ലൈനിൽ നിന്ന്, പിന്നെ ഫസ്റ്റ് ലൈനിൽ നിന്ന്. പിന്നെ അവരോട്, നിങ്ങളുടെ വയസ്സ് എത്രയാണ്, നിങ്ങൾ എവിടെ താമസിക്കുന്നു, നിങ്ങൾ വിവാഹം കഴിച്ചോ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ, നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു, നിങ്ങളുടെ ഗ്രോത്ത് എന്താണ് കുറവായത്, നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് എന്താ വിൽക്കുന്നത്, ആൻഡ് ക്യാൻ യു ബിക്കം സക്സസ്ഫുൾ വിത്തൗട്ട് വർക്കിംഗ്? മീറ്റിംഗിന് ശേഷം അവരുമായി പുറത്തേക്ക് പോയി അവരുടെ മൊത്തം ഡേറ്റ ചെക്ക് ചെയ്ത് അവരോട് നന്നായി സംസാരിക്കുക. ഇൻസൾട്ട് ആകരുത്, ക്രിറ്റിസിസം വേണം താനും. യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് റൂൾ ഓഫ് എ മീറ്റിംഗ്. ഇതിനർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 25 people you have touched approximately 6-7 people. That is around 25%. 25 ആൾക്കാരുടെ 25% എത്രയാണ്? ഇത്രയേ വരൂ. ഈ കണക്കിൽ അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. യു ആർ ടച്ച് മോർ പീപ്പിൾ ആൻഡ് യു സേ ഓക്കെ ഫൈൻ, ഇതിപ്പോ ആയി റാങ്കിങ്, ഇത് ബെസ്റ്റ് ആണ്, ബോട്ടമിൽ ഈ പയ്യന്മാർ വരുന്നു. ഇനി നിങ്ങൾ ഇത് പറയൂ, ഈ മൊത്തം 25 ആൾക്കാരുടെ ഉള്ളിൽ നിന്നും ഇറസ്പെക്റ്റീവ് ഓഫ് സെയിൽ, ഗ്രോത്ത് എല്ലാം മറക്കൂ. ജസ്റ്റ് ഓൺലി 1 ക്വാളിറ്റിയുടെ മുകളിൽ നിങ്ങൾ എന്നോട് ഇത് പറയൂ. ആ ക്വാളിറ്റിയാണ്, ഏത് പയ്യൻ ഏറ്റവും അധികം അധ്വാനിയാണ്, വൈകിട്ടും ജോലി ചെയ്യും, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, സെയിലുണ്ടോ ഇല്ല, പുതിയ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടോ ഇല്ല, നോ പ്രോബ്ലംസ്, ഓൺലി 1 ക്വാളിറ്റി. ടെൽ മീ ഹു ഈസ് മോസ്റ്റ് ഹാർഡ് വർക്കിംഗ്. സം നെയിം വിൽ ഡെഫിനറ്റ്ലി കം. പറയും ഇയാൾ നല്ല അധ്വാനിയാണെന്ന്. പിന്നെ ഇയാൾ നന്നായി അധ്വാനിക്കുന്നു. 2 പേരുടെ പേരായി. അപ്പോൾ 2 പേര് ടച്ചായി, കഠിനാധ്വാനം കാരണം. പിന്നെ നിങ്ങൾ ചോദിക്കും, ഇത് പറയൂ, ആരാണ് ആ 1-2 പേര് പറയും. അവർ വെറും 1 ക്വാളിറ്റിയിൽ ബെസ്റ്റ് ആണ്. ഡോക്ടറുടെ ചേംബറിൽ ദേ ആർ വെരി കോൺഫിഡൻറ്റ്. അവർ നന്നായി ലേണിംഗ് ചെയ്യുന്നു. അവർ പറയും ഇയാൾ നന്നായി ചെയ്യുന്നു. നിങ്ങൾ പറയും ഓക്കെ ഫൈൻ, ചെയ്ത് കാണിക്കൂ. 2 പേരും ചെയ്ത് കാണിക്കും ഡീറ്റെയിലിംഗ് സെയിം പ്രോഡക്റ്റിൽ. ആൻഡ് ദെൻ യു ആസ്ക് ടു പീപ്പിൾ ചൂസ് ഹൂ ഡിഡ് ബെറ്റർ ഡീറ്റെയിലിംഗ്. ദർ ഈസ് എ കോമ്പറ്റീഷൻ, ദർ ഈസ് എ എനർജി നൗ. ഒരു ചോദ്യം കൂടി നിങ്ങൾ ചോദിക്കും, ഏത് പയ്യനാണ് പുതിയ പ്രൊഡക്റ്റുകൾ മാക്സിമം വിൽക്കുന്നത്?
എങ്ങനെ വിൽക്കുന്നു? ഇഫ് യു സേസ് ഹിസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ന്യൂ പ്രോഡക്റ്റ്, സേ ഫോർ എക്സാമ്പിൾ 40,000 rupees. അയാൾ നന്നായി വിൽക്കുന്നു പുതിയ പ്രൊഡക്റ്റ്. ശരി, നിങ്ങൾ പറയൂ, നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് എന്ത് ജോലി ചെയ്തു? Then you can also ask, ഏത് പയ്യനാണ് അങ്ങനെയുള്ളത് കഠിനാധ്വാനം ചെയ്യുന്നതിൽ ഏറ്റവും പിന്നിൽ? അയാളുടെ പേര് പറയൂ. So in this way you end up touching lot of people. And mind you sir, when you talk to people, touch people, പോകുന്ന വഴിയിൽ, ബസ്സിൽ, ട്രെയിനിൽ 3-4 മണിക്കൂറത്തെ യാത്രയിൽ ഇതൊക്കെ ഓർക്കും, ഇമ്പാക്റ്റിലായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഏതാൾക്കാരാണോ ബോട്ടമിൽ വരുന്നത്, അരമണിക്കൂർ അവരുമായി ഡിസ്കഷൻ നടത്തണം. നിങ്ങൾ ബോട്ടത്തിൽ എന്തുകൊണ്ടാണ്, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. ഏതാൾക്കാരാണോ നിരന്തരം ബോട്ടമിൽ, സെയിം ആള് തന്നെ ബോട്ടമിൽ വരുന്നു, ഈ മീറ്റിംഗിനുള്ളിൽ 2 മാസത്തിന് ശേഷം വീണ്ടും മീറ്റിംഗിൽ, 3 മാസത്തിന് ശേഷം വീണ്ടും മീറ്റിംഗിൽ. സംബഡി കംസ് അറ്റ് ദ ബോട്ടം കണ്ടിന്യൂസ്ലി. എന്ത് സംഭവിക്കും? ചിലപ്പോഴൊക്കെ ആൾക്കാർ പഠിക്കില്ല, മടിയന്മാരായി പോകും. സോ ദർ ഈസ് എ വേ ഓഫ് ചിന്നിങ് ദം, ദർ ഈസ് എ വേ ഓഫ് ഇംപ്രൂവിംഗ് ദം. പിന്നെ ഇന്റൻഷൻ ഷുഡ് ബി ടു ഇംപ്രൂവ് ദം, നോട്ട് ടു റീനെയിം ഇൻ ടേക്ക് ദ ജോബ്. എന്താണ് രീതി? ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ജീവിക്കുന്നത് ഹൈദരാബാദിലാണ്, നിങ്ങളെ ഞങ്ങൾ അയക്കും 15 ദിവസത്തെ ട്രെയിനിങ്ങിനായി ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ ലക്നൌവിൽ. അവിടുത്തെ റെപ്പിനോടൊന്നിച്ച് ജോലി ചെയ്യുമ്പോൾ അവർ പഠിപ്പിച്ചോളും. 15 ദിവസത്തേക്ക് അവർ വരുമ്പോൾ ഹൈദരാബാദിൽ നിന്ന് ലക്നൌവിലോ ദില്ലിക്കോ അവരുടെ വായു, വെള്ളം, ഭക്ഷണം എല്ലാം ചേഞ്ച് ആയി തീരും. ഇവിടെ അവർക്ക് നന്നായി അധ്വാനിക്കേണ്ടി വരും. ഇറ്റ്സ് എ ട്രെയിലർ. യു ഗെറ്റ് എ കൈൻഡ് ഓഫ് ഫിയർ. മോനെ, ഹൈദരാബാദിൽ നിന്ന് ഇപ്പോൾ ട്രെയിനിങ്ങിന് വന്നതാണ് ലക്നൌവിലേക്ക്, അഥവാ ഇംപ്രൂവ് ആയില്ലെങ്കിൽ, പഠിച്ചിട്ട് പോയില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഐ ഫീൽ, അഥവാ ചെറിയ ഒരു സംസാരം കൊണ്ട് കാര്യം നടക്കുമെങ്കിൽ ഹാർഷായുള്ള ആക്ഷൻ എടുക്കേണ്ടതിന്റെ ആവശ്യം വരില്ല. ബട്ട് അഗൈൻ ഐ ടെൽ യു, അഗൈൻ ഐ ജസ്റ്റ് വാണ്ട് ടു പുട്ട് വൺ തിങ് എവരിബഡീസ് മൈൻഡ്. അവർ ജോബ് ഈസ് നോട്ട് പണിഷ് പീപ്പിൾ. അവർ ജോബ് ഈസ് നോട്ട് ഐഡന്റിഫൈഡ് ഇവർ ബോട്ടത്തിലാണെന്ന്. അവർ ജോബ് ഈസ് ഇംപ്രൂവ് ഹിം. അഥവാ 3 തവണ ഒരേ ആൾ തന്നെ ബോട്ടത്തിൽ വന്നാൽ അതിൽ ഫസ്റ്റ് ലൈനിന്റെയും സെക്കൻഡ് ലൈനിന്റെയും തെറ്റുണ്ടല്ലോ. എന്താ അവര് പോകുമ്പോൾ നിങ്ങൾ പറയാറുണ്ടോ അവർ ബോട്ടത്തിലാണ് എന്ന്? ഇക്കാര്യത്തിലാണ് കുറവെന്ന്. എന്താ നിങ്ങൾ ജോലി ചെയ്തതിനു ശേഷം അവരോടൊപ്പം ഇരിക്കാറുണ്ടോ, ഡിസ്കസ് ചെയ്യാറുണ്ടോ, പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ, അതോ ഇല്ലയോ? എനിബഡി ഹു കംസ് ഇൻ ദ ബോട്ടം, അവരുടെ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. ആൻഡ് മൈൻഡ് യു സർ, വൺസ് യുവർ വൈബ്സ് ആർ ഗുഡ്, യുവർ എനർജി ഈസ് പോസിറ്റീവ്, യു വാണ്ട് ടു ഇംപ്രൂവ് പീപ്പിൾ. സർ, പീപ്പിൾ സ്റ്റാർട്ട് റെസ്പെക്ടിങ് യു ആൻഡ് ലൈക്കിംഗ് യു. അവർ നിങ്ങളുടെ വഴക്ക് പറച്ചിൽ പോലും പോസിറ്റീവായി എടുക്കും. Why I am telling you all these things? This is not theoretical things. We always conducted our meetings like this only. You must have seen how fast we move. Incentive class ചെയ്യാൻ ആരംഭിക്കും, മെഡൽസ് ഫോറം നിറയ്ക്കാൻ ആരംഭിച്ചു, നിർത്തിവെച്ചിരുന്ന നിങ്ങളുടെ ഇൻസെന്റീവ് അതും പോയി കിട്ടി. If we are giving you everything and you just want you to upgrade, one more promise has been made. In future 99% first line, second line, third line എത്ര നമുക്കുണ്ടാകുന്നോ, they would come from within mankind. ഉള്ളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യിക്കും, ഞങ്ങൾ ട്രെയിൻ ചെയ്യിക്കും അവരെയെല്ലാം. ഒരു വലിയ ഡിവിഷൻ ഉണ്ട്, അവർ ചെറിയ ഡിവിഷനിലേക്ക് പോകുന്നു. അവരുടെ 2 വർഷത്തെ ഇൻസെന്റീവ് മാൻകൈൻഡ് വിൽ ടേക്ക് കെയർ, അത് കുറയാൻ പാടില്ലെന്ന്. സോ ഓൺ ദീസ് ലൈൻസ് വി ആർ വർക്കിംഗ്. ഇതാണ് റൈറ്റ് ആയ രീതി മീറ്റിംഗ് ചെയ്യാനായി. ഇൻ സം ഓഫ് എ മീറ്റിംഗ് ഐ ഹാവ് സീൻ ദാറ്റ് ഒരാൾ മീറ്റിംഗിനായിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നാണ്, അവിടെയുണ്ട്. ഹി ഈസ് ജസ്റ്റ് സിറ്റിംഗ് ഓൺ എ chair and conducting the meeting. Some people are just sitting on the back and they have just delegated. Delegation should be there. എന്നാൽ ഡെലിഗേഷന്റെ അർത്ഥം ഇങ്ങനെയല്ല. അതായത്, അഥവാ നിങ്ങൾക്ക് തോന്നുന്നു മീറ്റിംഗിന് എനർജി ഇല്ലെന്ന്, ജീവനില്ലെന്ന്, ശബ്ദം കുറച്ചേ വരുന്നുള്ളൂ, ആളുകൾ ഉറങ്ങുകയാണ്, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് മീറ്റിംഗ് നന്നാകണമെന്ന്, എങ്കിൽ മീറ്റിംഗ് നന്നായിരിക്കും. ഇഫ് യു വാണ്ട് ടു കണ്ടക്ട് എ ഗുഡ് കൈൻഡ് ഓഫ് എ മീറ്റിംഗ്, വൺ തിങ് ഷുഡ് ബി ദെയർ ഇൻ യുവർ ഹെഡ്. സർ, റൂമിനുള്ളിൽ ഉണ്ടായിരിക്കണം എനർജി, എങ്കിലേ മീറ്റിംഗ്സ് നന്നായിരിക്കുകയുള്ളൂ. I have seen in some of the meetings, I would say a number of meetings, meeting starts with numbers. ചിന്തിക്കൂ, നിങ്ങൾ നമ്പർ കൊണ്ട് മാത്രം മീറ്റിംഗ് തുടങ്ങിയാലുണ്ടല്ലോ, അതിൽ എനർജി ഉണ്ടാകില്ല. ഐ ആം നോട്ട് സെയിങ് നമ്പർ വേണ്ടെന്നല്ല, പക്ഷെ അതിനു മുൻപ് മനുഷ്യരുണ്ടായിരിക്കണം. പറയാറില്ലേ, ഫോർ എക്സാമ്പിൾ, ഈ റിസൾട്ട് എന്നത്, റിസൾട്ട് ഈസ് എ പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മാസത്തെ സെയില് അത് പാസ്റ്റ് ആണ്. ആ റിസൾട്ട് ഈ കാരണം കൊണ്ടാണ് വന്നത്. യു അപ്ലൈഡ് സെർട്ടൺ പ്രോസസ്, സെർട്ടൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അതിന്റെ ഒരു സ്റ്റെപ്പ് പിന്നിലായി. അതിന്റെ 2 സ്റ്റെപ്പ് പിന്നിൽ എന്താണ്? പ്രോസസ്സിന് പിന്നിൽ വരുന്നു സ്കിൽ, സ്കില്ലിന് പിന്നിൽ വരുന്നു വിൽ, വില്ലിന് പിന്നിൽ വരുന്നു മൈൻഡ് സെറ്റ്, പിന്നെ മൈൻഡ് സെറ്റിലാകുന്നു ലോക്ക്. I would seen that most of the managers in other companies, they either work maximum or result
എനിക്ക് റിസൾട്ട് വേണം. And I give you other special incidents which happened with me. When IPO of Mankind team, 3 years back, 2.5 years back, after coming of IPO, you naturally hear, you want to learn, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. So I met 2 great gentlemen. One is a big banker, number 1 banker in India, and one is a big industrialist. Just to have a chit chat with him. ചായ കുടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു. നിങ്ങൾ പറയൂ, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടത്, എന്തൊക്കെ ജോലികൾ ചെയ്യണം. I'll tell you honestly, both gave one advice. Number 1, stop looking at the share price of Mankind. ഷെയർ പ്രൈസ് നോക്കി ഷെയർ വർദ്ധിക്കില്ല. And immediately put your all energy, all focus on building the strong foundation of Mankind. എന്ത് കുറവുണ്ടെങ്കിലും കൂടുതൽ നല്ല രീതിയിൽ ജോലി ചെയ്യൂ. ലോങ് ടേമിനായി ജോലി ചെയ്യൂ. ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ ബൈ ക്വാർട്ടർ വൈസ് വീഴ്ത്താനോ ഉയർത്താനോ. വെൻ ഐ സെഡ് ആഫ്റ്റർ ദോസ് മീറ്റിംഗ്സ് ഇൻ മൈ കാർ, ടാക്സിയിലിരുന്നു, ഞാൻ മണി കൺട്രോൾ എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ആൻഡ് ഐ സ്റ്റോപ്പ് ലുക്കിംഗ് ദ ഷെയർ പ്രൈസ് ഓഫ് മാൻകൈൻഡ്. ഇൻ നമ്പർ ഓഫ് കേസസ്, നമ്പർ ഓഫ് മാനേജേഴ്സ് കീപ് ടോക്കിംഗ് അബൌട്ട് ദ സെയിൽസ്. സെയിൽ കൂട്ടൂ, സെയിൽ വർദ്ധിപ്പിക്കൂ. സെയിൽ എന്താ കൂടാത്തത്? ഈ ഡോക്ടർ ഇത്രക്കെഴുതുന്നു, എന്തുകൊണ്ട് കൂടുന്നില്ല? മൈ ക്വസ്റ്റ്യൻ ബേസിക്കലി ഈസ് വാട്ട്? സെയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് സെയിൽ കൂടിയാൽ ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞ് ആൾക്കാർ സെയിൽ കൂട്ടും. സെയിൽ ഡസന്റ് ഇൻക്രീസ് ലൈക്ക് ദാറ്റ്. അഥവാ സെയിൽ നടക്കുന്നില്ലെങ്കിൽ ആസ്ക് ദ സെക്കൻഡ് ലൈൻ ടു ഡീറ്റെയിൽ ദാറ്റ് പ്രൊഡക്റ്റ്. ആസ്ക് എ ഫസ്റ്റ് ലൈൻ മെഡിക്കൽ റെപ്പ് ടു ഡീറ്റെയിൽ ദ പ്രൊഡക്റ്റ്. ടെൽ ദ നോക്കൌട്ട്സ്. ആൻഡ് യുഡ് ഓൾവേസ് ഫൈൻഡ് അവർക്ക് ഇൻട്രസ്റ്റേ ഇല്ല, അവർക്ക് അറിയില്ല, അവർക്ക് സംസാരിക്കാനേ അറിയില്ല, അവരിൽ ഇൻട്രസ്റ്റേ ഇല്ല. സർ, എപ്പോൾ പ്രോബ്ലം വന്നാലും, എപ്പോഴൊക്കെ ശ്രമം നന്നായി നടക്കുന്നില്ലയോ, there is only one massive formula which can really make that thing work, and that is going back to basics. ടെൻഡുൽക്കറിന്റെ ഫോം മോശമാണ്, വിരാട് കോഹ്ലിയുടെ ഫോം മോശമാണ്, നിരന്തരം മാച്ചിൽ നിന്ന് ഔട്ടാകുന്നു. അപ്പോഴെന്ത് ചെയ്യും? they go back to net practice. Do we do net practice? Do we do our homework? എന്തുകൊണ്ട് നടക്കുന്നില്ല ഈ ജോലി? At least try to understand. One of the greatest player I admire so much, the name is Kobe. I mean, he's a basketball player. ഒരു തവണ ലാസ്റ്റിൻ്റെ ഏറ്റവും ഫൈനൽ മൂവ്മെന്റ്സിൽ he missed 3 shots and being lost the match. അയാൾ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. One reporter asked, നിങ്ങൾ വളരെ ദുഃഖിതനായി കാണും, നിരാശനായി കാണും, നിങ്ങൾ മാച്ച് തോറ്റുപോയി, നിങ്ങൾ 3 ഷോട്ട് മിസ് ചെയ്തു നിരന്തരം. You know what he said? Look, I was just thinking, എന്തുകൊണ്ടാണ് ഞാൻ മിസ് ചെയ്തതെന്ന്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. Now I know what were the reasons I missed that. I work on those and next I will come back. And that's where the reason Bran Kobe is Bran Kobe. Biggest, the loudest and the biggest star of basketball. Sir, I tell you honestly, അഥവാ ഏതെങ്കിലും പ്രൊഡക്റ്റ് വിറ്റില്ലെങ്കിൽ, you go in the basics. You will find solutions അവിടെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് കൊണ്ടൊന്നുമാകില്ല, കാരണം നിങ്ങൾ മനസ്സിലാക്കണം. So I am request you, if you just want your meetings to be very impactful and successful and people go back adding something in themselves, then make sure that people are there in your meeting. Human element is there, figures are there, learnings are there. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരിക്കണം, ക്രോസ് ലേണിംഗ് ആൻഡ് ഹാങ് ഓവർ. അത് ബസ്സിലും ട്രെയിനിലും പോകുമ്പോൾ മീറ്റിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പോകണം. അതപ്പോഴേ നടക്കൂ. വെൻ പീപ്പിൾ ആർ ബീങ് ടോക്ഡ്, ഡിസ്കസ്ഡ്, ദ നെയിംസ് ആർ ബീങ് ഡിസ്കസ്ഡ്, ക്ലാപ്പിംഗ്സ് ആർ ദെയർ ആൻഡ് ദേ പാർട്ടിസിപ്പേറ്റ്, സ്പീക്ക്, മേക്ക് പീപ്പിൾ സ്പീക്ക്. ഐ ഹവ് സീൻ ദാറ്റ്. സീനിയർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ ചില മീറ്റിങ്ങിനുള്ളിൽ സീനിയർ ഒന്നും പറയില്ല. ദേ ഷുഡ് ബി മെയ്ഡ് വേ. സീനിയേഴ്സ്, മാനേജേഴ്സ് നിന്നുകൊണ്ട് ചെയ്യണം. അഥവാ മാനേജർക്ക് എനർജി ഇല്ലെങ്കിൽ മീറ്റിങ്ങിനും എനർജി ഉണ്ടാകില്ല. In so the meetings I am very impressed. One meeting I will say, എനിക്ക് ലൈഫ് സ്റ്റൈലിൻ്റെ മീറ്റിംഗ് വളരെ ഇഷ്ടമാണ്. അവിടെ നല്ല എനർജി ഉണ്ട് ബിക്കോസ് ഓഫ് ദ ലീഡർഷിപ്പ്. എന്നെ വളരെ ബാലൻസ്ഡ് ആക്കി വെക്കുന്നു മാൻകൈൻഡിൻ്റെയും മീറ്റിംഗ്സ്. ദീസ് ആർ 2 meetings I just want to say. നന്നായി തോന്നുന്നു, എനിക്ക് നന്നായിരിക്കുന്നു. Good feelings are there. Thank you very much. Good luck. Bye bye. Take care. Everybody has to catch up. All the best. Bye bye. See you.